എന്നാ പറയുന്നത് ഉത്തരേന്ത്യകളിൽ എന്ത് കിടക്കുന്ന ഒരുത്തന്നെ ഗവർണർ പദവി പട്ടം ചാടി കൊടുത്തു വിവരമില്ലാത്തവന് ഇവിടെ വന്നിരുന്ന് നമ്മുടെ മുഖത്ത് പഠിക്കുക. ഇതേ നിയമസഭ പാസ്സാക്കുന്ന ബില്ല് നിങ്ങളെല്ലാം കൂടെ തെരഞ്ഞെടുത്ത് അയച്ചതല്ലേ ജനപ്രതിനിധികള്? അവർ പാസ്സാക്കിയതാ നിയമം. അത് ഒപ്പിടുകയല്ലാത്ത നാരിക. നിങ്ങൾ കേട്ടില്ലേ, ഇടുക്കി പോക്കറ്റിലുള്ള എം മണിയൊക്കെ ഇതുപോലെ തോന്നിയത് വിളിച്ചു പറഞ്ഞ് രംഗത്ത് വന്നിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ആദ്യമേ തന്നെ എടുത്തു പറയട്ടെ, 2024 ഇതുപോലെ യാതൊരു സംസ്കാരവുമില്ലാത്ത ഇമ്മാതിരിയുള്ള MLA-മാരൊക്കെ നമുക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കേരളത്തിൻ്റെ ശാപമെന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. എന്തിനാണ് ഇവരൊക്കെ ഇതുപോലെ വിരളി പിടിച്ച് രംഗത്ത് വന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഭൂമി പതിവ് നിയമ ഭേദഗതി ബില്ല് ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടി പാസ്സാക്കി. പക്ഷെ അത് പ്രാബല്യത്തിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഗവർണർ ഒപ്പിട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഏതൊരാളും ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായമെന്നങ്ങ് പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം ഈ ഭൂമി പതിവ് നിയമം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും ആളുകൾക്ക് അറിയില്ല. ആ ഒരു നിയമം എന്ന് പറയുന്നത് പട്ടയ ഭൂമിയിൽ കൃഷിക്കും വീട് വെക്കാനും മാത്രമേ അനുമതിയുള്ളൂ എന്നുള്ളതാണ് ആ നിയമം. അതാണ് സർക്കാർ നിയമ ഭേദഗതി വരുത്തുന്നത്. ആ നിയമ ഭേദഗതി വരുത്തുന്നത് എന്ന് പറയുന്നത് ഈ ഒരു പട്ടയ ഭൂമിക്കൊക്കെ ക്രമപ്പെടുത്താനുള്ള സകല അധികാരവും സർക്കാരിനുണ്ട് എന്നാണ് ഇപ്പോൾ ബില്ലിൽ പാസ്സാക്കി വരുന്ന പുതിയ നിയമം. അപ്പോൾ എന്ത് സംഭവിക്കും? ഇടുക്കിയിലൊക്കെയുള്ള സകല വാണിജ്യ കെട്ടിടങ്ങളും ഈ പട്ടയ ഭൂമിയിലൊക്കെ അനധികൃതമായിട്ടുണ്ടാക്കിയിട്ടുള്ള വാണിജ്യ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ സകല പാർട്ടി ഓഫീസുകളൊക്കെ തന്നെ നിയമത്തിൻ്റെ ഉള്ളിലേക്ക് സർക്കാരിന് ആക്കാൻ പറ്റുന്ന ഒരു നിയമ ഭേദഗതി ബില്ലാണ്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, പ്രതിപക്ഷവും അതായത് UDF-ഉം ഇവർക്ക് ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ നിയമം അങ്ങ് പാസ്സാക്കിയിട്ടുള്ളത്. ഇനി അത് ഈ ഗവർണർ ഒപ്പിട്ട് നൽകണം. അതായത് അനധികൃതമായിട്ട് ഇടുക്കിയിൽ ഉണ്ടാക്കിയിട്ടുള്ള സകല കെട്ടിടങ്ങളും ഈ പാർട്ടി ഓഫീസുകളും നിയമത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു നിയമ ഭേദഗതിയാണ് ഈ ഒപ്പിട്ട് കൊടുക്കാൻ ഗവർണറോട് പറയുന്നത്. അത് ഗവർണർ ഒപ്പിടാതെ നിന്ന് മുന്നോട്ട് പോകുന്നതും MM മണിയുടെ അതേ ഭാഷയിൽ MM മണിയോട് പറയാനുള്ളത്, ഉത്തർപ്രദേശിൽ നിന്ന് വന്നിട്ടുള്ളത് ഇടതിൻ്റെയും വലതിൻ്റെയും കൂട്ടുകള്ളക്കച്ചവടത്തിന് ഒപ്പം നിൽക്കാനല്ല, നടുവിൽ കത്തിവെക്കാനാണ്. ഒരിക്കൽ കൂടി MM മണിയോട് പറയാണ്, ഉത്തർപ്രദേശിൽ നിന്നാണ് വന്നിട്ടുള്ളത്. AKG സെൻറ്ററിൽ നിന്നല്ല ഗവർണർ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. കേരളത്തിൻ്റെ ഗവർണർ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പമാണ്.